ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഗോവ, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കുള്ള രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ഹിയറിംഗ് ആരംഭിച്ചു. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. വാർത്തകൾ വിശദമായി. ഗോവ, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കുള്ള രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് ഗോവയിലെത്തുന്ന രാഷ്ട്രപതി നാളെ കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് അന്തർവാഹിനിയിൽ കടൽ യാത്ര നടത്തും. തിങ്കളാഴ്ച ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ഓൾ ചിക്കി ലിപിയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും NIT ജംഷഡ്പൂരിന്റെ 15ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് പാളയം LMSൽ സ്നേഹസംഗമം പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 30-ന് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിലും തുടർന്ന് നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ അധ്യക്ഷനായി. 3 ദിവസത്തെ സമ്മേളനത്തിൽ നാളെയും പ്രധാനമന്ത്രി പങ്കെടുക്കും. ദേശീയ വികസന മുൻഗണനകളെക്കുറിച്ചുള്ള സുസ്ഥിരമായ ചർച്ചകളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ഹിയറിംഗ് ആരംഭിച്ചു. 3234 കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 2002ലെ വോട്ടർ പട്ടികയുമായി ബന്ധം കണ്ടെത്താൻ കഴിയാത്ത ഏകദേശം 32 ലക്ഷം അൺമാപ്ഡ് വോട്ടർമാരെയാണ് ഹിയറിംഗിനായി വിളിച്ചത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. ഇന്ത്യയുടെ തീരദേശ ഉൾനാടൻ പ്രദേശങ്ങളിലായി കാണപ്പെടുന്ന അപൂർവ ഭൌമ ധാതുക്കളുടെ ശേഖരം വേർതിരിച്ചെടുക്കുന്നതിനും ഇതിൽ നിന്നും സ്ഥിരം കാന്തങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതിനായി 7000 കോടിയിലധികം രൂപയാണ് നീക്കിവെക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, കേരളം, പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തീരദേശ മണലുകൾ, ചുവന്ന മണൽ, ഉൾനാടൻ അലൂവിയം എന്നിവയിലാണ് ഈ അപൂർവ ഭൌമധാതുക്കളുടെ ശേഖരം കൂടുതലായി കാണപ്പെടുന്നത്. ഉയർന്ന മൂല്യമുള്ള കാന്തങ്ങൾക്കായി രാജ്യത്തെ ആദ്യ സംയോജിത ആഭ്യന്തര ഉൽപാദന സംവിധാനം നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ വിജയം മുന്നിൽ കണ്ട് ഓസ്ട്രേലിയ, അർജന്റീന, സാംബിയ എന്നിവയുൾപ്പെടെ ധാതുസമ്പന്നമായ രാജ്യങ്ങളുമായി കേന്ദ്ര ഖനി മന്ത്രാലയം ഇതിനകം ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രിക് മൊബിലിറ്റി, പുനരുപയോഗ ഊർജ്ജം, ഇലക്ട്രോണിക്സ്, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി തന്ത്രപരവും ഉയർന്ന വളർച്ചയുള്ളതുമായ മേഖലകൾക്കുള്ള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ നീക്കം വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സിഖ് മതത്തിന്റെ 10ാമത്തെ ഗുരുവും ഖൽസ പന്ഥിന്റെ സ്ഥാപകനുമായ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജി മഹാരാജിന്റെ 359ാം ജന്മവാർഷികം ഇന്ന്. പാറ്റ്ന, അമൃത്സർ എന്നിവിടങ്ങളിലും പഞ്ചാബിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ പ്രകാശ് പർവ് ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കുമായുള്ള 58ാമത് പ്രീ റിട്ടയർമെന്റ് കൌൺസിലിംഗ് വർക്ക്ഷോപ്പ് തിങ്കളാഴ്ച പൂനെയിൽ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും. വിരമിക്കുന്ന ജീവനക്കാരുടെ പ്രയോജനത്തിനായി നടത്തുന്ന ശില്പശാല പെൻഷൻകാരുടെ ജീവിതം സുഗമമാക്കുന്നതിൽ വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 129-ാം പതിപ്പാണിത്. ഇന്ത്യയുടെ വികസന യാത്രയിലെ നിർണായക അധ്യായമായി നിലകൊള്ളുകയാണ് 2025. റെയിൽ, റോഡ്, വ്യോമയാനം, സമുദ്രഗതാഗതം, ഡിജിറ്റൽ മേഖല എന്നിങ്ങനെ അടിസ്ഥാന സൌകര്യങ്ങളുടെ എല്ലാ തലങ്ങളിലും രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നതിന് ഈ വർഷം സാക്ഷ്യം വഹിച്ചു. വിദൂര അതിർത്തി ഗ്രാമങ്ങളിൽ മുതൽ വൻ നഗരങ്ങളിൽ വരെ സമ്പർക്ക സൌകര്യം വർദ്ധിച്ചതോടെ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്തുറ്റ അടിത്തറയാണ് ലഭിച്ചത്. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് നാളെ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000 പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. 7 ജില്ലാ പഞ്ചായത്തിൽ LDF-ഉം 7-ൽ UDF-ഉം ഭരണമേറ്റു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് LDF-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. UDF ഭരണം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകളിലാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടി ചരിത്രം സൃഷ്ടിച്ച ബോൺ നദാലെയ്ക്ക് സാക്ഷ്യം വഹിച്ച് തൃശൂർ. കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അതിരൂപതയും പൌരാവലിയും ചേർന്ന് നടത്തുന്ന ബോൺ നതാലെ കരോൾ ഘോഷയാത്ര നഗരവീഥികളിൽ നിറച്ചുകൊണ്ട് നീങ്ങുകയാണ്. 1000-ഓളം മാലാഖമാരും സ്കേറ്റിംഗ്, ബൈക്ക്, വീൽചെയർ പാപ്പമാരും ഘോഷയാത്രയിൽ അണിചേർന്ന് കൂടുതൽ കാഴ്ചവിരുന്നൊരുക്കുകയാണ്. AI സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയുള്ള ചലിക്കുന്ന 4 പ്ലോട്ടുകൾ തന്നെയാണ് ഇത്തവണത്തെ പുതുമ. കൂടാതെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നവയടക്കം 15 വലിയ പ്ലോട്ടുകളുമുണ്ട്. കാരുണ്യത്തിന്റെ ആഘോഷമായി ബോൺ നതാലയുടെ ഭാഗമായി 10ഓളം വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഈ ഭവനങ്ങളുടെ താക്കോൽദാനം സമാപന ചടങ്ങിൽ നടക്കും. ബോൺ നതാലയുടെ ഭാഗമായി ജനുവരി 5 വരെ ബോൺ നതാല എക്സിബിഷൻ ശക്തൻ നഗറിൽ നടക്കുന്നുണ്ട്. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ മണ്ഡല പൂജ ഇന്ന് രാവിലെ നടന്നു. രാത്രി 11-ന് നടയടയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട വീണ്ടും തുറക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖലയിലെ ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴി കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 67,000-ത്തിലധികം പരാതികൾ പരിഹരിച്ചതായി ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ, പൊതുവിതരണ മന്ത്രാലയം. 45 കോടി രൂപയുടെ റീഫണ്ടും നൽകി. ഉപഭോക്താക്കൾക്ക് കോടതി വ്യവഹാരത്തിന് മുൻപ് മധ്യസ്ഥ ചർച്ചയിലൂടെ പരാതി പരിഹാരം തേടുന്നതിനുള്ള സംവിധാനമായി ഹെൽപ്പ് ലൈൻ മാറിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഇൻഡിഗോ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. DGCA ജോയിന്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കെ ബ്രഹ്മണയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് റിപ്പോർട്ട് നൽകിയത്. കനത്ത മൂടൽമഞ്ഞ് തുടരുന്നതിനാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. 19 ട്രെയിനുകൾ 2 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നതെന്ന് റെയിൽവേ അറിയിച്ചു. യാത്രക്കാർ ട്രെയിൻ ഷെഡ്യൂളുകൾ പരിശോധിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓസ്ട്രേലിയയിൽ ഇംഗ്ലണ്ടിന് ചരിത്ര വിജയം. മെൽബണിൽ നടന്ന ആഷസ് ടെസ്റ്റിൽ ആതിഥേയരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. സ്വർണ്ണവിലയിൽ വർധന. പവന് 880 രൂപ ഉയർന്ന് 1,03,560 രൂപയും ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 12,945 രൂപയുമാണ് ഇന്നത്തെ വില. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് നടപടികൾ പൂർത്തിയായി. വരും ദിവസങ്ങളിൽ പ്രത്യേക സംഘം അണുനശീകരണം നടത്തും. അമേരിക്കയിൽ ശക്തമായ ശീതക്കാറ്റ് വിമാന സർവീസിനെ പ്രതികൂലമായി ബാധിച്ചു. ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തു. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ, കർണാടക, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കുള്ള രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ഹിയറിംഗ് ആരംഭിച്ചു. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.